ഇത് ഞാൻ 2 ദിവസം മുമ്പേ വീട്ടിനടുത്തൊരു ഗാർഡനിൽ പോയിട്ട് കുറച്ച് ബൊഗൈൻവില്ല ചെടികൾ വാങ്ങിയായിരുന്നു. അപ്പോൾ അതിൽ വളരെ സർപ്രൈസിംഗ് ആയിട്ട് 3-4 ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ബൊഗൈൻവില്ല എനിക്ക് കിട്ടി. അത് നിങ്ങളൊന്ന് കാണിക്കാട്ടോ, ജസ്റ്റ് വാ. ഇത് കണ്ടോ, ഈ ഒരു ചെടി കണ്ടോ നിങ്ങൾ? ഈ ചെടി കണ്ടാൽ ഇതിനകത്ത് 3 വെറൈറ്റി പൂക്കളുണ്ട് കേട്ടോ. ഈ ഒരു പൂ കണ്ടോ, ഇത് ഫ്ലെയിം റെഡാണ്, ഇത് ചില്ലി റെഡാണ്, ഇത് ചില്ലി യെല്ലോ ആണ്. ഇതിൽ 3 കളറ് ഒറ്റ ചട്ടി തന്നെ ഞാൻ കണ്ടു അവിടെ. ഇനി ഇത് നോക്കുകയാണെങ്കിൽ ഇതിലും അതെ, ഇത് നമ്മുടെ റൂബി റെഡാണ്, നമ്മുടെ ഫയർ ഒപ്പാൽ ഓറഞ്ചാണ്. നല്ല ഭംഗിയായിട്ട് ബുഷായിട്ട് നിൽക്കുന്നുണ്ട് ഈ ചെടി. ഇനി വേറൊരു സർപ്രൈസ് അവിടെ കണ്ടത് ഇത് ഇതാണുണ്ടോ, ഇത് ഈ ഒരു ചെടി നമ്മുടെ ഫയർ ഒപ്പാൽ ഓറഞ്ച് തന്നെയാണ്. ഇതൊരെണ്ണം കണ്ടോ, ചില്ലി യെല്ലോ ആണ്. ഇനി ഇതിൽ വേറൊരു വെറൈറ്റി നല്ല ഭംഗിയായിട്ട് ഇവിടെ വരുന്നുണ്ട്, നല്ല പുഷ്ടിക്ക്. ഇതിൻ്റെ ഇല കണ്ടോ, വളരെ ഡിഫറെൻ്റ് ആണ്, ഇതുമായിട്ടൊരു ബന്ധവുമില്ല. അപ്പോൾ ഇതിൽ വേറൊരു പൂ തന്നെ വരുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇതിലും 3 തരം പൂക്കൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇവിടെ ഒരു ചെടി കണ്ടോ, ഇതിലും ഫയർ ഒപ്പാൽ ഓറഞ്ച് ഉണ്ട്. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് കളറാണ്. അപ്പോൾ എല്ലാത്തിലും ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അതിൻ്റെ കൂടെ ഒരു ചില്ലി റെഡും കൂടി ഉണ്ട്. ആക്ച്വലി എനിക്കിങ്ങനെ കിട്ടിയത് ഇവരിങ്ങനെ വിൽക്കാൻ വേണ്ടി വെച്ചിരുന്നല്ല. ഞാൻ ബാക്കി ചെടികൾ സെർച്ച് ചെയ്യുമ്പോൾ അതിനിടയിൽ ഞാൻ സർപ്രൈസിംഗ്ലി കണ്ടതാണ്. ശരിക്കും ലോട്ടറി അടിച്ച പോലെ തന്നെ ആയിട്ടോ. അപ്പോൾ എന്തായാലും ഇതിനൊന്നും അവർ എക്സ്ട്രാ കാശ് മേടിച്ചിട്ടില്ല. അതായത് സാധാ ചെടികൾക്ക് വാങ്ങുന്നത്, ഒരു ചെടിക്ക് വാങ്ങുന്ന പോലെ 300-350 ആ റേഞ്ചിൽ മാത്രമേ കാശ് മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഈ പർച്ചേസിങ്ങിനെ ഫുള്ളായിട്ട് ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ട് കുറേ പേര് സെയിം ഗാർഡനിലേക്ക് പോയിട്ട് 1-2 പേർക്ക് ഇങ്ങനത്തെ വെറൈറ്റീസ് അവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞു. ഇതൊക്കെ ശരിക്കും സംഭവിച്ചിരിക്കുന്നത് ഗ്രാഫ്റ്റിംഗ് ഒന്നും അല്ല കേട്ടോ. ഇവർ ഒരേ ചട്ടി തന്നെ 2-3 കമ്പുകളൊക്കെ കുത്തി മുളപ്പിച്ചതാട്ടോ. ഇത് ഒരെണ്ണം വീക്കാവുമ്പോൾ ചിലപ്പം പിടിപ്പിച്ചതായിരിക്കാം, അങ്ങനെയാണ് പറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഗ്രാഫ്റ്റിങ്ങിനേക്കാളും കുറച്ചുകൂടെ ഭംഗിയാണ് ഇങ്ങനെ കാണുമ്പോൾ, അല്ലേ? എന്തായാലും ആ ഡീറ്റെയിൽഡ് വീഡിയോയിൽ ആ ഗാർഡനെക്കുറിച്ചും അവിടുത്തെ ഫുൾ പർച്ചേസിങ്ങും ഓരോന്നിൻ്റെ റേറ്റും ചെടികളുടെ വെറൈറ്റിയൊക്കെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരുന്ന് കണ്ടു നോക്കൂ കേട്ടോ.